നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സിറ്റി ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പൈങ്ങോട്ടൂരിൽ സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം, വയോധികയ്ക്ക് ദാരുണാന്ത്യം. അപകടമുണ്ടായത് ആയങ്കര മൃഗാശുപത്രിക്ക് സമീപം ശനിയാഴ്ച രാവിലെ 9 കോതമംഗലം സ്വദേശി റീത്തയാണ് മരിച്ചത്. സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം ജൂലൈ 13-ന്. 9 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണം, പ്രതിഷേധം സംഘടിപ്പിച്ച് BJP. മന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന കൗൺസിൽ അംഗം MN മധു ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. ജ്ഞാനദീക്ഷ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തുകാരി നിഷ ജോസ് കെ മണി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തക ദയാഭായ് മുഖ്യാതിഥിയായി. കോതമംഗലം രൂപത മാതൃവേദി പ്രവർത്തന വർഷ ഉദ്ഘാടനം നടത്തി. കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകലഹരി വിരുദ്ധ ദിനാചരണം ഒപ്പുശേഖരണം നടത്തി. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. മൂവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ രജിത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പൈങ്ങോട്ടൂരിൽ സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. പൈങ്ങോട്ടൂർ ആയങ്കര മൃഗാശുപത്രിക്ക് സമീപമുണ്ടായ അപകടത്തിൽ കോതമംഗലം സ്വദേശി റീത്തയാണ് മരിച്ചത്. പൈങ്ങോട്ടൂരിൽ സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. കക്കടാശ്ശേരി കാളിയാർ റോഡിൽ പൈങ്ങോട്ടൂർ ആയങ്കര മൃഗാശുപത്രിക്ക് സമീപം ശനിയാഴ്ച രാവിലെ 9:30 ഉണ്ടായ അപകടത്തിൽ കോതമംഗലം സ്വദേശി റീത്തയാണ് മരിച്ചത്. മൂവാറ്റുപുഴയിൽ നിന്ന് കാളിയാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവറും റീത്തയുടെ മരുമകനുമായ കടവൂർ മലേക്കുടിയിൽ ബിജുവിന്റെ മകൾ ആൻമേരി എന്നിവർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ബിജുവിനെയും ആൻമേരിയെയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിജു അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകടത്തിൽ റീത്ത തൽക്ഷണം മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ബസ് കണ്ടക്ടർ വണ്ണപ്പുറം നെല്ലിക്കുന്നൽ ബിനു ചികിത്സയെ തുടർന്ന് ആശുപത്രി വിട്ടു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നിർധനരായ 9 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. മൂവാറ്റുപുഴ സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം ജൂലൈ 13-ന് മന്ത്രി K രാജൻ നിർവഹിക്കും. നിർധനരായ 9 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം ജൂലൈ 13-ന് നടക്കും. മൂവാറ്റുപുഴ പേഴിക്കപ്പള്ളി സബൈൻ ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ താക്കോൽദാനം നിർവഹിക്കുമെന്നും പ്രസവം, സിസേറിയൻ എന്നിവ കുറഞ്ഞ നിരക്കിൽ മരുന്നുകളടക്കം ലഭ്യമാക്കാനുള്ള പദ്ധതിക്കും ഇതോടൊപ്പം തുടക്കമാകുമെന്നും സബൈൻ ആശുപത്രി MD ഡോക്ടർ S സബൈൻ, അതിഥി ചാരിറ്റബിൾ സൊസൈറ്റി അംഗവും ഭവന പദ്ധതി ചെയർമാനുമായ PA ബഷീർ, സബൈൻ ആശുപത്രി CEO സാൻഡി സാജൻ, മാർക്കറ്റിംഗ് വിഭാഗം ജനറൽ മാനേജർ J പ്രതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു 9 വീടുകളുടെ സാങ്ഷനാണ് തന്നത്. ഇനിയിപ്പോൾ ആ വീട് ഉടനെ 10ാമത്തെ ഇത് പണിത് കഴിയുമ്പോൾ ആ നിയമ തടസ്സം മാറും, ഒന്നുകൂടെ പണിയാം. അതുകൂടെ അടുത്ത 10 കൂടെ ഉടനെ തന്നെ അവിടെ ഇന്ന് സ്ഥലമുണ്ട്. ഇതിപ്പോൾ ഒരു 35 സെൻറ്റാണ്. അടുത്ത കുറച്ച് ഇതേപോലെ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങോട്ട് 10 വീടുകൾ പണിയാനാണ് നമ്മൾ. നോർമൽ ലെവലിലേക്ക് സ്റ്റാൻഡ്, അതായത് എല്ലാവരും കിട്ടുന്ന കെയർ അവർ ഒരേ നിബന്ധനയേ ഉള്ളൂ, ജനറൽ ബോഡി കിടക്കണം. റൂമിൽ കിടന്നാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റൂമിൽ കിട്ടുന്ന വരുമാനം വെച്ചാണ് ചെയ്യുന്നത്. കാര്യം ഡെലിവറി 10,000 വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഡോക്ടറുടെ കോസ്റ്റ് എല്ലാം ഉള്ളത്. അതേപോലെ സിസ്റ്ററിന് 24,000 രൂപ. അത് 24,000 രൂപ ഒരു 10 പൈസ വാങ്ങിക്കത്തില്ല. വന്ന് കിടന്ന് സിസ്റ്ററിന് ചെയ്യാൻ പോണേ തന്നെ അത്രയും നല്ല സൗകര്യം. തിയേറ്റർ, ലേബർ റൂം ഒക്കെ സെയിം ആയിരിക്കും. ഒരു കിടക്കുന്നത് മാത്രം ജനറൽ ബോർഡിലായിരിക്കും. ബാക്കി ഇൻക്ലൂഡിങ് മെഡിസിൻ ഉൾപ്പെടെ ഇഞ്ചക്ഷൻസ്, ആൻറ്റിബയോട്ടിക്സ്, മെഡിസിൻസ്, ടെസ്റ്റുകളെല്ലാം. അതായത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസവിച്ച് തിരിച്ചു പോകുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷനോ വെളിയിലത്തേക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ വേണമെങ്കിൽ വന്നാൽ മാത്രം പേയ്മെന്റ് ആവും. ഡോക്ടർ സബൈന്റെ പിതാവ് PN ശിവദാസന്റെ 18ാം ചരമവാർഷികത്തിലാണ് 9 കുടുംബങ്ങൾക്ക് വീട് നൽകുന്നത്. അതിഥി ഹോംസ് എന്ന പേരിലാണ് 2.35 കോടി രൂപ ചെലവഴിച്ച് 35 സെന്റ് സ്ഥലത്ത് ഒരേ മാതൃകയിലുള്ള 9 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. 550 ചതുരശ്രയടി വലിപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളിൽ 2 അറ്റാച്ച്ഡ് കിടപ്പുമുറികൾ, അടുക്കള, സ്വീകരണമുറി എന്നിവയും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 3.5 സെന്റിലാണ് ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. പായിപ്പട പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 100 അപേക്ഷകരിൽ നിന്ന് ഏറ്റവും അർഹരായവരെ കണ്ടെത്താൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇവരാണ് വീട് നൽകേണ്ടവരെ നിശ്ചയിച്ചത്. 100 വീടുകളാണ് സൗജന്യമായി കൊടുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ഇതിന്റെ ആദ്യഘട്ടമായാണ് 9 വീടുകൾ നൽകുന്നതെന്നും ഡോക്ടർ സബൈൻ ശിവദാസ് പറഞ്ഞു.
ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് BJP. മന്ത്രിയുടെ കോലം കത്തിച്ചാണ് BJP മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ചതിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. വെള്ളൂർക്കുന്നത്തെ BJP ജില്ലാ ഓഫീസിൽ നിന്നാരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു. തുടർന്ന് BJP പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന കൗൺസിൽ അംഗം MN മധു ഉദ്ഘാടനം ചെയ്തു. ആ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും അവിടെ സ്വന്തം മകളെ നോക്കുവാൻ വേണ്ടി വന്ന ബിന്ദു എന്ന അമ്മ അവിടെ ദാരുണമായി ആ ഇടിഞ്ഞു വീണ വാർക്കയുടെ അടിയിൽപ്പെട്ട് മരിക്കുകയും ഉണ്ടായി. അവിടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ അധിപനായിട്ടുള്ള മെഡിക്കൽ കോളേജിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വാസവനും തൊട്ടടുത്തുണ്ടായിരുന്നു. അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ അപകടമുണ്ടായ ആ സമയത്ത് അവിടെ എത്തുകയും അവരവിടെ പത്രക്കാരോട് പറയുകയും ഇത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ ഭാഗം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്, അവിടെ രോഗികളോ മറ്റ് ശുചിമുറിയോ ഒന്നും ഉപയോഗത്തിലുള്ളതല്ല, അത് അപകട അവസ്ഥയിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് അവരവിടെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആ സമയത്തും ബിന്ദു എന്ന ആ അമ്മ അതിൻ്റെ ഉള്ളിൽ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ മന്ത്രിമാർ വന്ന ശേഷം 2 മണിക്കൂറിന് ശേഷം മാത്രമാണ് അവിടെ അത്തരത്തിലുള്ള ഒരു ആ വാർക്ക അതുപോലുള്ള അവശിഷ്ടങ്ങൾ ഇടിഞ്ഞു വീണതിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിഞ്ഞതും അതിൻ്റെ ഡെഡ് ബോഡി എടുക്കാൻ കഴിഞ്ഞതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ, അരുൺ P. മോഹൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് CV ജോണി എന്നിവർ പ്രസംഗിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടത്തി. എഴുത്തുകാരി നിഷ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടത്തി. ജ്ഞാനദീക്ഷ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിഷ ജോസ് കെ മാണി ഉദ്ഘാടനം നിർവഹിച്ചു. ഡൊണേഷൻ ക്യാമ്പ് അവിടെ നടത്തിയപ്പോൾ എല്ലാവരും പേര് കൊടുത്ത ഭാഗമായിട്ട് ഞാനും എൻ്റെ പേര് കൊടുത്തു. ഞാനും ബ്ലഡ് കൊടുക്കാൻ പോയി തലർന്നു വീണു. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ വർഷം എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ പോയി. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് സ്വയം തോന്നിയത് ബ്ലഡ് ഡൊണേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തുടങ്ങിയതും. അങ്ങനെ ഒരു 7 തവണ സോപ്പാട്ട് കൊടുത്തു, ബ്ലഡ് കൊടുക്കാൻ സാധിച്ചു. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പല സോഷ്യൽ ഇവൻറ്റ്സിന് പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. കാരണം യു നെവർ നോ, ഇവിടുന്ന് നിങ്ങൾ തുടങ്ങുന്ന ഈ യാത്ര ചിലപ്പോൾ അതായിരിക്കും നിങ്ങളെ ഒരു സ്ഥലത്തോട്ട് എത്തിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തക ദയാഭായ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അടിമകളുടെ മോചനത്തിനായി പോരാടും എന്ന് ഓരോ വിദ്യാർത്ഥിയും ഉറച്ച തീരുമാനമെടുക്കണമെന്ന് ദയാഭായ് പറഞ്ഞു. ആ ചോദ്യങ്ങൾക്ക് സ്ഥലം കൊടുക്കരുത്. നമുക്ക് കൺവിക്ഷൻ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. ഇവരെ ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവരെ പഠിപ്പിക്കണ്ട, അവർ പിന്നെ ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലേ എന്ന് മറ്റുള്ളവർ പറയും. അത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? യു ഷുഡ് ബി കൺവിൻസ്ഡ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. അവിടെ നിന്ന് ഈ ധൈര്യമൊക്കെ വരുന്നത്. കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ TM ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ K. കുര്യാക്കോസ്, ബർസാർ ഫാദർ പോൾ കളത്തൂർ, ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ്,
BCM കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ ഐപ്പ് വർഗീസ്, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ്, ഡോക്ടർ ജിജി കെ ജോസഫ്, കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി അഡ്വക്കേറ്റ് സുജാ തോമസ്, സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ പ്രൊഫസർ സജി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കോളേജിലെ ഇംഗ്ലീഷ്, മലയാളം, വുമൺ സെൽ എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംവാദവും ദയാഭായി അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. കോതമംഗലം രൂപത മാതൃവേദി പ്രവർത്തന വർഷ ഉദ്ഘാടനം നടത്തി. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം രൂപത മാതൃവേദി പ്രവർത്തന വർഷ ഉദ്ഘാടനം മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബത്തില് മാതാവ് സജീവമാണെങ്കിൽ, പ്രാർത്ഥനയോടെ പ്രവർത്തന നിരതയാണെങ്കിൽ ആ കുടുംബം സജീവമാകും. എന്തുപോലെ തന്നെയാണ് ഒരു രൂപതയിലെ മാതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ രൂപതയിലെ പ്രവർത്തനങ്ങളും സജീവമാകുന്നുള്ള തെളിവാണ്. കോതമംഗലം രൂപത സജീവമായി പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം ഇവിടെയുള്ള മാതാക്കൾ സജീവമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. പ്രവർത്തന വർഷത്തെ മാർഗരേഖ രൂപത പ്രസിഡന്റ് ജാൻസി മാത്യുവിന് നൽകി മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രകാശനം ചെയ്തു. ജാൻസി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം ആമുഖ പ്രഭാഷണവും മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളി വികാരി ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. രൂപത വൈസ് പ്രസിഡന്റ് സെലിൻ ലൂയിസ്, രൂപത ആനിമേറ്റർ സിസ്റ്റർ ആനി തെരേസ, സെക്രട്ടറി ജൂഡി ഡാലു എന്നിവർ പ്രസംഗിച്ചു. പ്രീത ജോണി, സിജി ജോമി, സിൽജ ജോളി, മിനി ജോസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് മാതാപിതാക്കളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ഉപ്പുശേഖരണം നടത്തി. മൂവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ രജിത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഉപ്പുശേഖരണം നടത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യുവതലമുറയിൽ ലഹരി ഉപയോഗത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി കേഡറ്റിന്റെ നേതൃത്വത്തിൽ ഉദ്ബോധന ക്ലാസ്, ക്വിസ് മത്സരം, ഉപന്യാസ മത്സരം, ചിത്രരചന മത്സരം, ഗോളടി മത്സരം, സൂംബ ഡാൻസ്, ലഹരിവിരുദ്ധ പ്രതിജ്ഞ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. പരിപാടികളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ നഗരസഭ ഓഫീസിന് മുന്നിൽ പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തിയത്. മൂവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ രജിത്ത് ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സുമിത SN, ഹെഡ് മിസ്ട്രസ് VS ധന്യ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശികുമാർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കബീർ PA, അസിസ്റ്റന്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ശ്രീജ TV, അനൂപ് മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.